ഇപ്പോൾ മട്ടന്നൂർ നഗരസഭയും ഫാത്തിമ ഗോൾഡും ഏർപ്പെടുത്തുന്ന ഹരിത വിവാഹ പദ്ധതിയുടെ സ്വർണ്ണാഭരണ വിതരണവും ആവർത്തന ഫണ്ടിന്റെ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി KT ജലീൽ നിർവഹിക്കുകയാണ്. തത്സമയം തുടക്കമാണ് ഇന്ന് കുറിക്കപ്പെടുന്നത്. NULMന്റെ ആവർത്തന ഫണ്ടിന്റെ ജില്ലാതല ഉദ്ഘാടനവും നഗരസഭയും ഫാത്തിമ ഗോൾഡും ഏർപ്പെടുത്തുന്ന ഹരിത വിവാഹ പദ്ധതിയുടെ സ്വർണ്ണാഭരണ വിതരണവും ഒരു ലോഗോ റിലീസിംഗുമാണ് ഇന്നിവിടെ നടക്കുന്നത്. കേരളത്തിലെ മറ്റിതര നഗരസഭകൾക്ക് മാതൃകയാകും വിധം നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന മട്ടന്നൂർ നഗരസഭയുടെ പ്രഗത്ഭനായ അധ്യക്ഷൻ, ഈ ചടങ്ങ് നിയന്ത്രിക്കുന്ന ശ്രീ K. ഭാസ്കരൻ മാസ്റ്റർ അവറുകളെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മട്ടന്നൂർ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി K. ശോഭന, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖന്മാർ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഒരു നഗരസഭ ജനോപകാരപ്രദങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മട്ടന്നൂർ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വ്യക്തമായ ഒരു ധാരണ നൽകുന്നുണ്ട്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മികച്ച നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ മറ്റൊരിടത്തും തദ്ദേശ സ്ഥാപനങ്ങളെ ഇത്രമേൽ വിശ്വാസത്തിലെടുത്ത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നില്ല. 1993 മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം പൂവണിയിക്കാൻ പഞ്ചായത്തി രാജ് നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. 1994 തന്നെ ആ നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാന നിയമസഭ പഞ്ചായത്തി രാജ് ആക്ട് പാസാക്കുകയുണ്ടായി. അധികാര വികേന്ദ്രീകരണം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന ചോദ്യം അപ്പോഴും ഉത്തരമില്ലാതെ തുടർന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രൂപത്തിലാണ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയ രൂപപ്പെടുത്തിയത്. കേരളത്തിൽ ജനകീയാസൂത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അധികാരം ജനങ്ങളിലേക്ക് എന്ന സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. ഒരുപാട് ആശങ്കകൾ, വ്യാകുലതകൾ, വ്യഥകൾ ജനകീയാസൂത്രണത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ട്
ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒന്ന് ചിരിക്കാൻ പോലും ആളുകൾക്ക് എന്തെങ്കിലും താല്പര്യം കാണും എന്ന് കരുതപ്പെടുന്ന ലോകത്ത് തന്റെ സേവനം പ്രതിഫലിച്ച കൂടാതെ ഒരു പ്രദേശത്തിന്റെ, ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി ആരെങ്കിലും നൽകുമോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയായിരുന്നു ജനകീയാസൂത്രണത്തിന്റെ അതിഗംഭീരമായ വിജയം എന്ന് പറയുന്നത്. ഓരോ മേഖലക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകപ്പെടുന്ന പണം ഏത് വിധേനയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ജനകീയാസൂത്രണത്തോടെയാണ്. പാർശ്വവൽകൃതരും നിരാശ്രയരും നിരാലംബരുമായിട്ടുള്ളവർ പരിഗണിക്കപ്പെട്ടു തുടങ്ങിയത് ജനകീയാസൂത്രണത്തിന്റെ സമാരംഭത്തോടെയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നം, ഭിന്നശേഷിക്കാരുടെ പ്രശ്നം, അധസ്ഥിത ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ വിമോചനത്തിന്റെ, സാമ്പത്തിക പുരോഗതിയുടെ ജീവൽഗന്ധിയായ പ്രശ്നം, ഇവയൊക്കെ അഡ്രസ് ചെയ്യപ്പെട്ടു ജനകീയാസൂത്രണത്തിലൂടെ. ജനകീയാസൂത്രണം 100% കുറ്റമറ്റതായിരുന്നു എന്ന് ആരും അവകാശപ്പെടുന്നില്ല. ചില പോരായ്മകൾ ആരംഭഘട്ടത്തിൽ അതിനുണ്ടായിട്ടുണ്ട്. ഏതൊരു പദ്ധതിയുടെയും ആവിഷ്കരണവുമായി ബന്ധപ്പെട്ടും ചില ന്യൂനതകൾ ഉണ്ടാകും. അതിൽ നിന്ന് ജനകീയാസൂത്രണവും മുക്തമായിരുന്നില്ല. പക്ഷെ ഒരു പദ്ധതിയുടെ വിജയം കേവലം ചില ന്യൂനതകളുടെ അടിസ്ഥാനത്തിൽ പരാജയമാണ് എന്ന് വിലയിരുത്താൻ കഴിയുമോ? ഒരു പദ്ധതി കൊണ്ട് ഒരു ദേശത്തിന്, ഒരു നാടിന് മൊത്തത്തിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളും അതുകൊണ്ടുണ്ടായി എന്ന് വിമർശകർ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങളും തുലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. നേട്ടങ്ങളാണ് ജനകീയാസൂത്രണത്തിൽ എത്രയോ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയാസൂത്രണം ഗംഭീരമാർന്ന വിജയമായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. ആ ജനകീയാസൂത്രണം അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് 20 വർഷങ്ങൾക്ക് ശേഷം. ജനകീയാസൂത്രണത്തിന്റെ കുതിപ്പിന്റെ സുവർണകാലം കഴിഞ്ഞ് കിതപ്പിന്റെ കാലത്തിലേക്ക് കടന്നത് നമുക്ക് അറിവുള്ളതാണ്. ആരംഭഘട്ടത്തിലുണ്ടായിരുന്ന നിഷ്കർഷതകൾ അപ്രത്യക്ഷമായി. തോന്നും പോലെ ഫണ്ട് വിനിയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. മട്ടന്നൂർ നഗരസഭയും ഫാത്തിമ ഗോൾഡും ഏർപ്പെടുത്തുന്ന ഹരിത വിവാഹ പദ്ധതിയുടെ സ്വർണ്ണാഭരണ വിതരണവും ആവർത്തന ഫണ്ടിന്റെ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി KT ജലീൽ നിർവഹിക്കുകയായിരുന്നു.